പത്തനംതിട്ട ആറാട്ടുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന അനിഴം ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയുമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവർ കഴിഞ്ഞ ദിവസം ബസ്സിൽ ട്രിപ്പ് നടത്തുമ്പോൾ ബസ്സിന്റെ മുൻവശത്ത് ഒരു അപകടം സംഭവിച്ചു. ബൈക്ക് യാത്രക്കാരായ 2 പേർ അവർ സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു ബൈക്കിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. ഈ ബസ്സിന്റെ മുൻവശത്തുള്ള 2 ക്യാമറകളിൽ ഈ ദൃശ്യം കൃത്യമായും പതിഞ്ഞു. ആ ദൃശ്യം നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപകടം കൺമുന്നിൽ കണ്ടപ്പോൾ ഉടനടി ബസ് ഡ്രൈവർ നൌഫൽ ബസ് നിർത്തി ഡോർ തുറന്ന് അപകട സ്ഥലത്തേക്ക് ഇറങ്ങിയോടി. ബസ്സിനെ ഓവർടേക്ക് ചെയ്തു പോയ ബൈക്ക് മറ്റൊരു ഇരുചക്രവാഹനത്തിലിടിച്ച് വലതുവശത്തേക്ക് മറിയുകയായിരുന്നു. ബസ് ഡ്രൈവർ നൌഫലും കണ്ടക്ടർ സുനിലും പരിക്കേറ്റ് കിടന്നവരെ ആശുപത്രിയിലെത്തിക്കാൻ നിരവധി വാഹനങ്ങൾക്ക് കൈകാണിച്ചെങ്കിലും ആരും സഹായിച്ചില്ല. ഒടുവിൽ പരിക്കേറ്റവരെ യാത്രക്കാരുടെ സഹായത്താൽ ബസ്സിൽ കയറ്റി ആശുപത്രിയിലേക്ക്. ബസിന്റെ തൊട്ട് മുൻവശത്ത് അപകടം സംഭവിച്ചപ്പോൾ ബസ് പെട്ടെന്ന് നിർത്തുകയും ബസ് ഡ്രൈവറും കണ്ടക്ടറും ഒപ്പം തന്നെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും ഈ അപകട സ്ഥലത്തേക്ക് ഓടിച്ചെല്ലുകയും ചെയ്തു. ആ യുവാക്കൾക്ക് വേണ്ട പ്രഥമ ശുശ്രൂഷ ഒപ്പം തന്നെ അവർക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഈ ബസ്സിലെ ഡ്രൈവർ, കണ്ടക്ടർ ഒപ്പം തന്നെ യാത്രക്കാരെല്ലാം ചെയ്തു. ഇപ്പോൾ ആ ബസ് ഡ്രൈവറാണ് നമ്മോടൊപ്പം ഉള്ളത്. നൗഫൽ, അന്ന് എന്താ സംഭവിച്ചത്? അന്ന് ഞങ്ങൾ അരിപ്പാടുന്ന് പത്തനംതിട്ടയോട് സർവീസ് നടത്തുമായിരുന്നു. അപ്പോൾ വെട്ടിയാർ കളത്തട്ട് വെച്ച് ഫ്രണ്ടിൽ വണ്ടി വലത്തോട്ട് തിരിയാൻ ഇൻഡിക്കേറ്റർ നിർത്തി. അപ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റ് ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത 2 ഒരു ബൈക്ക് വന്ന് അവിടെ ഇടിക്കുകയായിരുന്നു. നല്ല പരിക്കുണ്ട്. ഇടിച്ച് നല്ല തെറിച്ച് പോകുമായിരുന്നു. ഞങ്ങൾ ഇറങ്ങി ചെന്ന് ഞാൻ പുള്ളിയെ ആദ്യം ഒരു ചെറുക്കനെ എടുത്ത് അവർ മൂക്കുന്ന വായന ചോര എഴുതുന്നുണ്ട്. പിന്നെ അടുത്തൊരു വീട്ടിൽ പോയി വെള്ളം വാങ്ങിച്ച് കൊടുത്ത് അവിടെ ഒത്തിരി വണ്ടിക്കാരൊക്കെ നമ്മൾ കൈ കാണിച്ച് ആരും നിർത്തിയൊന്നുമില്ല. ഞങ്ങളിനി കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എന്തായാലും ട്രിപ്പെല്ലാം പൊട്ടി ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ അടുത്ത ആശുപത്രി ജോസ്കോ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അങ്ങോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. നമ്മൾ ജീവൻ രക്ഷിക്കുക, അത്രയേ ഉള്ളൂ. നമ്മളെ കൊണ്ട് കയ്യിൽ സഹായം ചെയ്യുക, അല്ലാതെ വേറെ ഒന്നും ഇപ്പോൾ ചിന്തിച്ചില്ല. ആ പിള്ളേർ വന്ന് വീണു. അവരെ വണ്ടിയെ കയറ്റി കൊണ്ടുപോയി ആശുപത്രിയിൽ ഇറക്കി. ഇവിടെ ഇരുന്ന യാത്രക്കാരും അതുപോലെ സഹകരിച്ചു. ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരുന്നു. ഇവിടെ ഇരുത്തി കൊണ്ടുപോയി. ഒരാൾ ഇച്ചിരി സീരിയസ് ആണെന്ന് പറയുന്നത് കേട്ടു. ഒരാൾക്ക് കുഴപ്പമില്ല. ഈ ഡ്രൈവറും കണ്ടക്ടറും തീർച്ചയായിട്ടും മാതൃക തന്നെയാണ്. അപകടം സംഭവിച്ചതിന് ശേഷം ആ യുവാക്കളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആ റോഡിൽ കൂടി വന്ന നിരവധി വാഹനങ്ങൾക്ക് ഇവർ കൈ കാണിച്ചു. പക്ഷേ കണ്ടക്ടർ പറഞ്ഞത് കേട്ടില്ലേ, നിരവധി വാഹനങ്ങൾക്ക് കൈ കാണിച്ചിട്ടും ഒരു വാഹനം പോലും അവിടെ നിർത്തിയില്ല. പിന്നീട് അവർ ഈ ബസ്സിൽ തന്നെയാണ് ആ യുവാക്കളെ കയറ്റി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയത്. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം തന്നെ. വീഡിയോ ജേർണലിസ്റ്റ് ഹാജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.